കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം അനുഗ്രഹീതമായ ഈ നല്ല രാവിലെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീത വർഷത്തിൻ്റെ സമാപന ദിവസങ്ങളിലേക്ക് നമ്മൾ അടുക്കുകയാണ്. ഡിസംബർ മാസം ഇന്ന് 18-ാം തീയതിയാണ്. കർത്താവ് നമ്മളെ ഈ വർഷം മുഴുവൻ നടത്തി. സമാപന ദിവസങ്ങളിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തിൽ ഇങ്ങനെ പ്രാർത്ഥിപ്പാൻ കർത്താവ് നൽകിയ സാവകാശനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇന്നു മുതൽ 3 ദിവസം നമ്മൾ സ്കൂൾ ഓഫ് ആക്ട്സ് എന്ന പേരിൽ നമ്മുടെ ചർച്ചിൽ വെച്ച് പകല് ടൈം ഷെഡ്യൂൾ ഞാൻ കുറച്ച് കഴിയുമ്പം ഗ്രൂപ്പിലിടും. ഏതായാലും നമ്മൾ പകൽ മുഴുവൻ ഇങ്ങനെ ദിവസത്തിലിരിക്കുകയാണ്. നമ്മളുടെ ഭക്ഷണ ക്രമീകരണങ്ങൾ എല്ലാം ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നു. ഇടയിലൊരു ഗ്യാപ്പ്, ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഗ്യാപ്പ് ഉണ്ടാകും. 2.5 ദിവസം ശനിയാഴ്ച ഉച്ച വരെ നമ്മളിങ്ങനെ പൂർണ്ണമായിട്ട് ദിവസത്തിലിരിക്കാൻ താല്പര്യപ്പെടുന്നു. ഈ സമയം നിങ്ങൾ പരമാവധി നിങ്ങൾ ഉപയോഗിക്കണമെന്ന് ഞാൻ പ്രാരംഭത്തിൽ തന്നെ ഓർപ്പിക്കുകയാണ്. ഞാൻ ഇന്നലെ പീച്ചി മാസ്റ്റർ അടുക്കൽ പോയിരുന്നു. ഞാൻ 2-3 ദിവസം മുമ്പ് ഒരു സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ടത് ഇങ്ങനെയായിരുന്നു. മാഷ് ഈ ഭൂമുഖത്ത് നിന്ന് മാറ്റപ്പെടുന്നു, നെയ്ത്തുവിലേക്ക് പോകുന്നു. എനിക്ക് മാഷെ കാണാൻ പറ്റുന്നില്ല. ഞാനപ്പോൾ 1-2 വട്ടം അപ്പച്ചൻ മരിച്ചപ്പോഴൊക്കെ, എൻ്റെ അപ്പച്ചൻ മരിച്ചപ്പോഴൊക്കെ പീച്ചി പോയപ്പം മാഷെ കാണണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എന്തെങ്കിലും തടസ്സങ്ങൾ വരുമ്പോൾ ഞാൻ പെട്ടെന്ന് കാണാതെ ഇങ്ങ് പോരും. അപ്പോൾ അത് പല പ്രാവശ്യം ആവർത്തിച്ചു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അകത്ത് നിർബന്ധമായിട്ട് മാഷെ കാണണമെന്ന് ആഗ്രഹം വന്നു. 93 വയസ്സാകുകയാണ് മാഷ്ക്ക് 25-ാം തീയതി, ഡിസംബർ 25-ന്. ഞാൻ ഇന്നലെ രാവിലെ നേരത്തെ ഇവിടെ നിന്ന് ഇറങ്ങി മാഷിൻ്റെ അടുത്ത് ചെന്ന് പോകുന്ന വഴിക്ക് നമ്മുടെ സാബിച്ചാൻ്റെ വീട്ടിൽ കയറി. ഗ്രേസി ടീച്ചറുടെ വീട്ടിൽ വരണമെന്ന് വിചാരിച്ചു. പക്ഷേ സാബിച്ചാൻ്റെ വീട്ടിൽ സമയം ഇച്ചിരി കൂടുതൽ പോയി. മോളോട് ചിലരെ സംസാരിച്ചു. മാഷിൻ്റെ അടുക്കൽ കുറച്ച് അധികം സമയം പോയി. ഞാനൊരു പ്രത്യേക കാര്യം പറയാനായി പറഞ്ഞു വരുന്നത് കേട്ടോ. ഞാൻ മാഷിൻ്റെ അടുത്ത് ചെന്ന് സംസാരിക്കുന്നത് മാഷ് പതിവിനേക്കാൾ കൂടുതൽ ഭയങ്കരമായിട്ട് പ്രസന്നവദനായിട്ടിരിക്കുന്നു. 93 വയസ്സുണ്ട്. എന്നോട് പറഞ്ഞു, സജി, ഒരു ഭക്തനായ ദൈവദാസൻ എൻ്റെ അടുക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, ദൈവം പറഞ്ഞു നിത്വിലേക്ക് സ്വന്തം വീട്ടിൽ പോകാൻ സമയമായി, അതിനുവേണ്ടി ഒരുങ്ങിക്കോ മാഷ് എന്ന് പറഞ്ഞു. എനിക്ക് പോകേണ്ട സമയമായി സജി, ഞാൻ പോകാൻ റെഡി ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞു. കേൾക്കണം, എന്നോട് മാഷ് ആദ്യമായിട്ട് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മാച്ച, ഞാൻ വന്നത് അതുകൊണ്ടാണ്, എന്നോട് ദൈവം ഇങ്ങനെ ഒരു സ്വപ്നം കാണിച്ചത്. അപ്പോൾ അമ്മാച്ചനതിന് മുമ്പ് വന്നൊന്നും കൂടെ കണ്ട് പ്രാർത്ഥിപ്പിക്കണം എന്ന് വിചാരിച്ചില്ല ഞാൻ വന്നത്. എനിക്കിങ്ങനെ ചെറിയ ചെറിയ യാത്രകളുണ്ട്, അപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി ഞാൻ വന്നതെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പം ഈ മരണത്തിന് വേണ്ടി ഭയമില്ലാതെ ഒരുങ്ങുന്ന പിതാക്കന്മാരുടെ വലിയ വെളിപ്പാട് കണ്ട് ഞാൻ. എത്ര കൃത്യമായിട്ടാണെന്നറിയോ. 93 വയസ്സ് പ്രായമുണ്ട് കേട്ടോ. താൻ സുവിശേഷത്തിന് വേണ്ടി അനുഭവിച്ച കഷ്ടതകൾ എന്നോട് പറഞ്ഞു, സജി, ത്യാഗമില്ലാതെ ആത്മാക്കൾ വരികയില്ല. 2, ഞാൻ സ്വർഗത്തിൽ ചെല്ലുമ്പം എനിക്ക് പല കുറവുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. മനുഷ്യൻ എന്ന നിലയ്ക്ക് എനിക്ക് കുറേ കുറവുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ദൈവം അവിടെ ചെല്ലുമ്പം എന്നോടുള്ള ബന്ധത്തിൽ പറയുന്ന ഗ്യാരണ്ടിയായൊരു കാര്യമുണ്ട്. നീ നിൻ്റെ ഭാര്യയേക്കാൾ, നിൻ്റെ കുടുംബത്തെക്കാൾ, ഈ ഭൂമിയിൽ എല്ലാറ്റിനേക്കാൾ നീ എന്നെ സ്നേഹിച്ചു എന്ന് എന്നോട് സ്വർഗം പറയും. അതെനിക്ക് ഗ്യാരണ്ടിയാണ്. എന്നിട്ട് താൻ തൻ്റെ കുടുംബത്തെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, IPCPG സെൻറ്ററിനെ കുറിച്ച്, അതുപോലെ കൊമ്പനാട് നടക്കുന്ന കാര്യങ്ങൾ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. ചെട്ടിക്കുളങ്ങരയിൽ താൻ സുവിശേഷം അറിയിക്കാൻ വേണ്ടി പോയപ്പം അവിടെ തലേദിവസം നടന്ന മീറ്റിങ്ങിനകത്ത് വന്ന 2 ദൈവദാസന്മാർ അവിടെ അന്യദൈവങ്ങളെ കുറ്റം പറഞ്ഞ് പ്രസംഗിച്ചു. അടി കിട്ടിയത് മാഷ്ക്കാണ്. അന്ന് 70ഓളം പേര് മുമ്പോട്ട് വന്ന് പ്രശ്നമുണ്ടാക്കി തന്നെ അടിച്ചു. തൻ്റെ കാലൊക്കെ വീർത്തു. ആ മീറ്റിംഗ് അവർ നടത്തിപ്പിച്ചില്ല. ആ അടി കിട്ടിയ കാലുമായിട്ട് തിരിച്ച് നാട്ടിലേക്ക് വരാതെ അവിടെ തന്നെ നിന്ന് തൊട്ടുപുറകിൽ ആൾക്ക് വേണ്ടി മാത്രം ഒരു മീറ്റിംഗ് ക്രമീകരിച്ച് കഴിഞ്ഞാൽ മാഷ് പ്രസംഗിക്കാൻ ചെന്ന് അവിടെ ഇറങ്ങുന്നു. ഇറങ്ങിയപ്പോൾ ഈ 70 പേര് വട്ടം കൂടി വരുന്നു. മാഷ് പറയുകയാണ്, മീറ്റിംഗ് തടുക്കാൻ വേണ്ടി വന്ന് പറഞ്ഞു, എൻ്റെ പേര് പീച്ചി മാഷ് എന്നാണ്, ഞാൻ ഒരു സ്കൂൾ അധ്യാപകനാണ്, ഞാനൊരു കോടതിയിൽ ജോലി ചെയ്തിട്ടുള്ള ആളാണ്. നിങ്ങൾ കഴിഞ്ഞ ദിവസം
എന്നെ അടിച്ചുകൂടെ വെച്ച്. ഞാനൊരു കാര്യം പോലും നിങ്ങൾക്ക് വിരോധമായോ നിങ്ങളുടെ ദൈവങ്ങൾക്ക് വിരോധമായോ സംസാരിച്ചിട്ടില്ല. ഞങ്ങളുടെ ഒരു ദൈവദാസൻ പ്രസംഗിച്ചതാണ്, അത് അവർക്ക് പറ്റി തെറ്റാണ്. പക്ഷെ നിങ്ങൾ എന്നെയാണ് അടിച്ചത്, പ്രസംഗിച്ച ഞങ്ങളെല്ലാം അടിച്ചത്. പക്ഷേ ഇന്ന് ഈ മീറ്റിംഗ് ഞാൻ പ്രസംഗിക്കാൻ പോവുകയാണ്. ഞാൻ പ്രസംഗിക്കുന്ന പ്രസംഗം നിങ്ങൾ കേൾക്കണം. ഒരാളെ കുറ്റം പറഞ്ഞാൽ നിങ്ങൾ എന്നെ അടിക്കണം, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് കേട്ടിട്ട് വേണം നിങ്ങൾ വിധിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ അത് വില കൊടുക്കേണ്ടി വരും. ഞാനൊരു അധ്യാപകനാണ്. ആ വലിയ ജനക്കൂട്ടത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് 70 പേര് അടിക്കാൻ വന്ന ആൾക്കാരെ നിർത്തിക്കൊണ്ട് യേശുക്രിസ്തുവിൻ്റെ സ്നേഹം പ്രസംഗിച്ചു. മാഷ് പറയുകയാണ്, 5 പേര് അന്ന് രാത്രി രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു ഈ വന്ന ആൾക്കാരിൽ നിന്ന്. ഇങ്ങനെ സഹനത്തിൽ കൂടെ, കഷ്ടത്തിൽ കൂടെ, ദൈവസ്നേഹത്തിൽ കൂടെ നമ്മുടെ പിതാക്കന്മാർ പണിതതാണ് കേരളത്തിലെ ദൈവസഭകൾ. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരാംശം എന്നൊരു ബുക്ക് എടുത്ത് കാണിച്ചു തന്നു. താൻ മരിച്ചാൽ ചെയ്യേണ്ട സകല കാര്യങ്ങളും ആദ്യം എന്ത് ചെയ്യണം? ഡോക്ടറുടെ എന്താ പറയുക, പൾസ് നോക്കാൻ ഡോക്ടറെ വിളിച്ചു വരുത്തണം. അതിനുശേഷം എല്ലാ കാര്യങ്ങളും അടുക്കിനെ എഴുതി വെച്ച് പ്രത്യാശയോടെ ക്രൂശിൻ്റെ സ്നേഹത്തിൻ്റെ പാട്ടുകൾ മാത്രം കേട്ട് നിത്യവിലേക്ക് പോകാൻ റെഡിയായി നിൽക്കുന്ന, പ്രത്യാശ നിറഞ്ഞു നിൽക്കുന്ന പിതാക്കന്മാർ. എത്ര മഹത്വകരമാണ് നമ്മുടെ പിതാക്കന്മാരുടെ അകത്തുള്ള ഉറപ്പും പ്രത്യാശയും. ഞാൻ എന്തിനാണ് ഇത് രാവിലെ എന്ന് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളുടെ നടുവിൽ നിങ്ങളെ ദൈവിക പ്രത്യാശ നിറയ്ക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ദൈവാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഞാൻ കൂടുതൽ സമയം ആ ഭാഗം കളയുന്നില്ല. നിങ്ങൾ മാഷിയോർത്ത് പ്രാർത്ഥിക്കണം. വ്യക്തിപരമായിട്ട് പിതാക്കന്മാരിൽ നിന്നും ഒരു അനുഗ്രഹമൊക്കെ വാങ്ങണമെന്ന് ആഗ്രഹമുള്ളവർ എപ്പോഴെങ്കിലുമൊക്കെ സമയം പോലെ ഇങ്ങനെയുള്ളവരുടെ അടുക്ക് പോയി ഞാൻ പ്രാർത്ഥിക്കും കേട്ടോ. ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടിട്ടുള്ള, അധ്വാനിച്ചിട്ടുള്ള, ആത്മാക്കളെ നേടിയിട്ടുള്ള പിതാക്കന്മാരാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അവരുടെ അടുക്ക് ചെന്ന് എനിക്ക് വേണ്ടി അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാറുണ്ട്. ഞാൻ അങ്ങനെ ഇന്നലെ മാഷെ കൊണ്ട് എനിക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പിച്ചിരുന്നു. ഓക്കെ, ഞാൻ ഇന്ന് രാവിലെ ചില മിനിറ്റുകൾ കൂടെ നമ്മൾ ഒരുമിച്ച് ഒരു വാക്യം, 1-2 വാക്യങ്ങൾ കണ്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാവരും ഈ വാക്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ആരെങ്കിലും ഒരാൾ ഈ വാക്യം ഒന്ന് വായിക്കാമോ? അപ്പോൾ യോശുവ അവനെ അനുഗ്രഹിച്ചു. ഹെബ്രോൻ മല യെഫുന്നെയുടെ മകനായ കാലേബിന് അവകാശമായി കൊടുത്തു. അടുത്ത വാക്യം. അങ്ങനെ ഹെബ്രോൻ ഇന്നുവരെ കെനിസ്യനായ യെഫുന്നെയുടെ മകൻ കാലേബിന് അവകാശമായിരിക്കുന്നു. അവൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് തന്നെ. ഈ കാലേബ് ദൈവത്തോട് പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് ദൈവം അവന് അവകാശങ്ങൾ വിഭജിച്ചു കൊടുക്കുന്നു. യോശുവ അവനെ അനുഗ്രഹിച്ചു. എപ്പോഴാണ്? അപ്പോൾ യോശുവ അവനെ അനുഗ്രഹിച്ചു. എപ്പോഴാണ് അനുഗ്രഹിച്ചത്? അപ്പോൾ അതിന് കാരണം അതിൻ്റെ 12-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ആകയാൽ യഹോവ അന്ന് കൽപ്പിച്ച ഈ മല ഇപ്പോൾ എനിക്ക് തല്ലുക. അവിടെ അനാക്യരുണ്ട്, അനാക്യർ അവിടെ ഉണ്ടെന്നും പട്ടണങ്ങൾ വലുപ്പവും ഉറപ്പും ഉള്ളതെന്നും നീ കേട്ടിട്ടുണ്ടല്ലോ. യഹോവ എന്നോട് കൂടെ ഉണ്ടെങ്കിൽ താൻ അരുളി ചെയ്തതുപോലെ ഞാൻ അവരെ ഓടിച്ചു കളയും. നിങ്ങൾ ഈ വാക്യം ശ്രദ്ധിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണിത്. 45 വർഷം മുമ്പ് ഈ വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശനം ആരംഭിച്ചപ്പോൾ, യാത്ര പുറപ്പെട്ടപ്പോൾ, മോശ അന്ന് അയച്ച ആ കാലഘട്ടത്തിലെ ആരോഗ്യം എനിക്കിപ്പോഴും ഉണ്ട്. പടവെട്ടാനും പോവുകയും വരികയും ചെയ്യുവാൻ എൻ്റെ ആരോഗ്യം അന്നത്തെ പോലെ ഇന്നും ഉണ്ട് കേട്ടോ. 45 വർഷം കഴിഞ്ഞിട്ടും ശാരീരിക ആരോഗ്യം ക്ഷയിക്കാത്ത കാലേബ്. അതിനേക്കാൾ അപ്പുറമായിട്ട് വിശ്വാസം ചോരാത്ത കാലേബ്. മുമ്പിൽ വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്ന സംഭവങ്ങളുമായി ഒരിക്കലും കോംപ്രമൈസ് ചെയ്ത് കിട്ടിയത് മതി, ഇനി അതിനപ്പുറത്തൊന്നും വേണ്ട എന്ന് ചിന്തിക്കാതെ ദൈവത്തോട് ചേർന്ന് നിന്ന് എനിക്ക് ദൈവം കൽപ്പിച്ചത് തന്നെ വേണം, ദൈവം എനിക്ക് വേണ്ടി കൽപ്പിച്ചു തന്നെ എനിക്ക് വേണം. കണ്ടോ 13-ാം വാക്യം. അപ്പോൾ യോശുവ അവനെ അനുഗ്രഹിച്ചു. ഹെബ്രോൻ മല ഒന്ന് വായിച്ച്, ഈ വാക്യം ഒന്ന് വായിച്ച് എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. ഈ വാക്യം ഒന്ന് വായിച്ച്. അപ്പോൾ യോശുവ അവനെ അനുഗ്രഹിച്ചു. ഹെബ്രോൻ മല യെഫുന്നെയുടെ മകനായ കാലേബിന് അവകാശമായി കൊടുത്തു. ഈ ഹെബ്രോൻ മലയിലാണ് കൂട്ടായ്മകൾ നടക്കുന്നത്, കൂട്ടായ്മ നടന്നിട്ടുള്ളത്.
പണ്ട് അബ്രഹാമിന്റെ കാലഘട്ടത്തിൽ അബ്രഹാം മിസ്രൈമിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ട് ഊരിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ട് കനാനിൽ വന്ന ശേഷം ഹെബ്രോനിൽ വെച്ചാണ് ഫെല്ലോഷിപ്പ് നടന്നിട്ടുള്ളത്. പക്ഷെ ഈ ഫെല്ലോഷിപ്പ് നടന്ന ദൈവത്തിൻ്റെ സംസർഗമുണ്ടായ, ദൈവത്തിൻ്റെ കൂട്ടായ്മയുണ്ടായ, പ്രത്യക്ഷതയുണ്ടായ, മഹത്വകരമേറിയ വാക്തത്വങ്ങൾ വെളിപ്പെട്ട ഈ ഹെബ്രോൻ ഇപ്പോൾ അനാക്യമല്ലന്മാരായ അവരുടെ കയ്യിലാണ്. അനാക്യമല്ലന്മാരുടെ കയ്യിലാണ്. പക്ഷേ കാലേബ് പറയുകയാണ്, എനിക്ക് ഈ ദേശം അവകാശമായി തന്നേ പറ്റുള്ളൂ. നിങ്ങളുടെ അകത്ത് ദൈവിക വാക്തത്വങ്ങൾ, ലഭ്യമാകാത്ത ദൈവിക വാക്തത്വങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാനുള്ളത് നമ്മൾ പഠിപ്പിച്ചു വരുന്ന എല്ലാം അതാണ് കേട്ടോ. നിങ്ങൾ ദൈവത്തിൻ്റെ നീതിയാണ്, ദൈവത്തിൻ്റെ ജീവൻ നിങ്ങളിലൂടെ തുറക്കും, നിങ്ങളിൽ സങ്കീർപ്പുണ്ടാകും, നിങ്ങൾ പുത്രന്മാരായി വാഴും, നിങ്ങൾ ഹെവൻ റിലത്തിൽ ജീവിക്കും. നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ നിങ്ങൾ ആത്മാവിൽ ഹെവനിലാണ്. പിതാവാം ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് പുത്രൻ ഇരിക്കുമ്പോൾ തന്നെ ആ പുത്രൻ നിങ്ങളുടെ അകത്താണ്. നിങ്ങൾ ഹെവനുമായിട്ടൊരു ജീവന്റെ പുതുവഴി നിങ്ങൾ ക്രിസ്തുവിലൂടെ തുറന്നിട്ടുണ്ട്. നിങ്ങൾ രാജാക്കന്മാരാണ്. ഇങ്ങനെ ഡിവൈൻ, നിങ്ങൾ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താൽ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. നിങ്ങളിവിടെ വാഴേണ്ടവരാണ്. നിങ്ങളിവിടുത്തെ പുരോഹിതന്മാരാണ്. നിങ്ങളിവിടെ രാജാക്കന്മാരാണ്. നിങ്ങളിവിടെ പൗരന്മാരാണ്, സ്വർഗത്തിലെ പൗരന്മാരാണ്. നിങ്ങൾ അംബാസിഡേഴ്സാണ്. ഇങ്ങനെ ദൈവിക വാക്തത്വങ്ങൾ നിങ്ങൾ കേട്ടത് 45 വർഷം കഴിഞ്ഞിട്ടും അനുഭവിക്കാൻ കഴിയാതെ പോയ കാലേബിനെ പോലെ കേട്ടത് അനുഭവിക്കാൻ കഴിയാതെ വണ്ണം നിങ്ങൾ വരളുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ദൈവിക വാക്തത്വങ്ങൾ കേട്ടവരാണെങ്കിൽ നിങ്ങൾ ദൈവത്തോട് പൂർണ്ണമായി പറ്റി നിൽക്കുക. 14 വാക്യം കണ്ടോ? അങ്ങനെ ഒന്ന് വായിക്കും. അങ്ങനെ ഹെബ്രോൻ ഇന്ന് വരെ കെനിസിനായ യെഫുന്നെയുടെ മകൻ കാലേബിന് അവകാശമായിരിക്കുന്നു. അടുത്ത വാക്ക്, അവൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് തന്നെ. അപ്പൊ ഈ 45 വർഷം കാലേബ് വാക്തത്വം കേട്ട് ഇറങ്ങി പുറപ്പെട്ടിട്ട് വാക്തത്വം ഒന്നും നടക്കുന്നില്ല, മരുഭൂമിയിൽ വട്ടം കറങ്ങുക. പക്ഷെ കാലേബിന്റെ പ്രത്യേകത, കറക്കത്തിന്റെ നടുവിലും അവൻ ദൈവത്തോട് പൂർണ്ണമായി പറ്റി നിന്നു. വാക്തത്വം കാണുന്നില്ല, ദൈവപ്രവൃത്തി കാണുന്നില്ല, ദൈവം ഇടപെടുന്നില്ല, ദൈവം അത്ഭുതം ചെയ്യുന്നില്ല, അവൻ്റെ ജീവിതത്തിൽ അത് വെളിപ്പെട്ടു വരുന്നില്ല. പക്ഷെ ഇതൊന്നും ഇല്ലെങ്കിലും അവൻ്റെ പരിപാടി, അവൻ ദൈവത്തോട് പറ്റി നിന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ദൈവത്തോട് പറ്റി നിൽക്കുക. മരുഭൂമിയുടെ കറക്കങ്ങളുണ്ടോ? മരുഭൂമിയുടെ അസ്വസ്ഥതകളുണ്ടോ? നിങ്ങളെ വല്ലാതെ കയ്പിക്കുന്നോ? വല്ലാത്ത ഉഷ്ണക്കാറ്റും വല്ലാത്ത അഗ്നിസർപ്പങ്ങളും ഒക്കെയുള്ള മരുഭൂമി കൂടെ വെള്ളമില്ലാതെ നിങ്ങൾ അലയുന്ന അവസ്ഥയാണോ? പരമാവധി നിങ്ങൾ ദൈവത്തോട് പറ്റി നിൽക്കുക. പറ്റി നിന്നാലത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യം ദൈവം സൂക്ഷിക്കും. ദൈവത്തോട് നിങ്ങൾ പറ്റി നിന്നാൽ നിങ്ങളുടെ ആരോഗ്യം ദൈവം സൂക്ഷിക്കും. 2, നിങ്ങളുടെ വിശ്വാസം ദൈവം വർദ്ധിപ്പിക്കും. ഇനി 2 വാക്യോട് വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാമേ. എന്നിട്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് സമയം ഉണ്ടെങ്കിൽ പോകാം. ഈ വാക്യോടൊന്ന് വായിച്ച് 15:13. യഹോവ യോശുവയോട് കൽപ്പിച്ചതുപോലെ അവൻ യെഫുന്നെയുടെ മകനായ കാലേബിന് യഹൂദ മക്കളുടെ ഇടയിൽ ഓഹരിയായിട്ട് അനാക്കിന്റെ അപ്പനായ അർബയുടെ പട്ടണമായ ഹെബ്രോൻ കൊടുത്തു. കണ്ടോ? അനാക്കിന്റെ അപ്പനായ അർബയുടെ പട്ടണമായ ഹെബ്രോൻ കൊടുത്തു. അവിടെ നിന്ന് കാലേബ് അനാക്കിന്റെ പുത്രന്മാരായ ശേഷായി, അഹീമാൻ, തൽമായി എന്നീ 3 അനാക്കിനെ നീക്കിക്കളഞ്ഞു. ആരാ? ഈ 85 വയസ്സുള്ള അപ്പൂപ്പൻ. ആരെയാ? മഹാമല്ലന്മാരെ. എങ്ങനെ നീക്കിക്കളഞ്ഞത്? ദൈവത്തോട് പറ്റി നിന്ന് അവൻ്റെ അകത്ത് ദൈവം തുറന്ന വിശ്വാസത്താൽ അവൻ അത് നീക്കിക്കളഞ്ഞു. അവൻ അവരെ നീക്കിക്കളഞ്ഞു. തടസ്സമായി നിന്നതിനെ, വെല്ലുവിളിച്ച് നിന്നതിനെ നീക്കിക്കളഞ്ഞത് വിശ്വാസത്താലാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്.
ഞാൻ ആ വാക്യം ഒന്ന് എടുത്തു വരാം. എബ്രായ ലേഖനം 11 അധ്യായത്തിൻ്റെ 33 വാക്യം ഒന്ന് വായിക്കാമോ? വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, വിശ്വാസത്താൽ അവർ നീതി നടത്തി, വിശ്വാസത്താൽ അവർ വാഗ്ദത്തം പ്രാപിച്ചു, വിശ്വാസത്താൽ അവർ സിംഹങ്ങളുടെ വാ അടച്ചു, വിശ്വാസത്താൽ അവർ തീയുടെ ബലം കെടുത്തി, വിശ്വാസത്താൽ അവർ ബലഹീനതയിൽ തെറ്റിയൊഴിഞ്ഞു, ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു, വിശ്വാസത്താൽ അവർ യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു. നിങ്ങളുടെ അകത്ത് വിശ്വാസമുണ്ടെങ്കിൽ വിശ്വാസത്താൽ നിങ്ങളിൽ നിന്ന് വരുന്ന റിസൾട്ടുകൾ ഇതാണ്. ഒന്ന്, എല്ലാവരും ഈ വാക്യം ഒന്ന് വായിച്ച് നിങ്ങളുടെ മൈക്കിൽ അൺമ്യൂട്ട്. ഇത് വാക്യത്തിന് ഭയങ്കര ശക്തിയുണ്ട് കേട്ടോ. വാക്യം ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് പ്രഖ്യാപിക്കുമ്പോൾ അതിന് ഭയങ്കര ശക്തിയുണ്ട്. വിശ്വാസത്താൽ, അത് നാട്ടുകാരുടെ വിശ്വാസം, നിങ്ങൾ നിങ്ങളുടേതായിട്ട് പറയണം. വിശ്വാസത്താൽ ഞങ്ങളുടെ മുമ്പിലുള്ള രാജ്യങ്ങളെ ഞങ്ങൾ അടക്കും. ഓ റാബാന. വിശ്വാസത്താൽ ഞങ്ങൾ നീതി നടത്തും, വിശ്വാസത്താൽ ഞങ്ങൾ വാഗ്ദത്തങ്ങൾ പ്രാപിക്കും, വിശ്വാസത്താൽ ഞങ്ങൾ സിംഹങ്ങളുടെ വാ അടയ്ക്കും. വിശ്വാസത്താൽ ഞങ്ങൾ തീയുടെ ബലം കെടുത്തും. അത് അവർക്ക് മാത്രമല്ല, നമുക്കും ചെയ്യാൻ കഴിയും. വിശ്വാസത്താൽ വാളിന്റെ വായ്ക്ക് തെറ്റി ഒഴിയും. ബലഹീനതയിൽ അവർ ശക്തി പ്രാപിച്ചു. യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ അവർ ഓടിച്ചു. ചില മിനിറ്റുകൾ പ്രാർത്ഥിച്ചോ. ഇത് നിങ്ങളുടെ കുടുംബങ്ങളിൽ വെളിപ്പെട്ടു വരുവാൻ വിശ്വാസത്തിന് ശക്തിയുണ്ട്. നമ്മൾ തളരേണ്ടവരല്ല. ദൈവം നമ്മോടെല്ലാം പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങളുണ്ട്. അത് ഓരോ കുടുംബങ്ങളിലും വെളിപ്പെട്ടു വരും. അന്തരാതിരാധന പ്രൗഢസ്കരാതിരാധന വേദ പ്രൗഢമന ഘടകദന അന്തരാതിരാധന അരഘടക ശബ്ദൽ പ്രൗഢമന ഘടകദന അൽക്കദന ജബശസ്കരാതിരാധന അൽക്കദന. അങ്ങനെ വിശ്വാസത്തോടെ പ്രഖ്യാപിച്ച് പ്രാർത്ഥിക്കുക. വിശ്വാസത്താൽ ചിലത് നിങ്ങളുടെ ഭവനങ്ങളിൽ സംഭവിക്കുക. ദൈവം പറഞ്ഞതിൽ താഴെ ഒന്നും വേണ്ട. ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളിൽ താഴെ ഒന്നും എന്റെ കുടുംബത്തിൽ വെളിപ്പെടേണ്ട. ലംബൽ പ്രൗഢമന ഘടകമന. എല്ലാവരും പ്രാർത്ഥിച്ചോ. നിങ്ങളുടെ കുടുംബങ്ങളിൽ ഇത് വെളിപ്പെടുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയാലാണ്. നിങ്ങളുടെ വിശ്വാസത്താലാണ് നിങ്ങളുടെ കുടുംബങ്ങളിൽ ഇത് സംഭവിക്കാൻ പോകുന്നവ. നിങ്ങളുടെ വിശ്വാസത്താലാണ് നിങ്ങളുടെ തലമുറകളുടെ മേൽ ഇത് സംഭവിക്കാൻ പോകുന്നവ. നിങ്ങളുടെ വിശ്വാസത്താലാണ് ദൈവപ്രവർത്തികൾ നിങ്ങളിൽ വെളിപ്പെട്ടു വരാൻ പോകുന്നവ. അങ്ങനെ പ്രാർത്ഥിച്ചോ. ഷാബാരാബാന ശംബരാബിരാബരാബര.
നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഇതും കൂടെ ചേർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളെ, നമ്മളിൽ ഒരാളിൽ വിശ്വാസം വ്യാപരിച്ചാൽ നമ്മുടെ കുടുംബങ്ങളെ കൂടെ ആ വിശ്വാസം സ്വാധീനിക്കും. ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഈ സുവിശേഷ വേല ഇറങ്ങിയ ശേഷം എനിക്ക് വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പുകൾ വയ്ക്കാനായിട്ട് കർത്താവ് കൃപ തന്നു. ഞാൻ കർത്താവ് നൽകിയ കൃപയ്ക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഫെയ്ത്തിനകത്ത് നിൽക്കാൻ കർത്താവ് കൃപ തന്നിട്ടുണ്ട്. ഞാൻ പരാതികളോ ആവശ്യങ്ങളോ വ്യക്തിപരമായത് ഒന്നും ഇങ്ങനെ പറഞ്ഞ് ആളുകളുടെ അടുക്കൽ ഇങ്ങനെ ആളുകൾ അതിനു വേണ്ടി ഒരുക്കി നമുക്കൊരു വഴി തുറക്കാൻ വേണ്ടി അല്ലെങ്കിൽ മേഖല തുറക്കാൻ അങ്ങനെ ആളുകളെ ട്രീറ്റ് ചെയ്തൊരു പരിപാടി ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഒരു പ്രാർത്ഥന വിഷയം അങ്ങനെ ആവശ്യങ്ങൾ ഞാൻ ആളുകളോട് പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ഇങ്ങനെ ഒരു മെൻ്റൽ ഉണ്ടാക്കുന്നത്. അത് കാരണം ദൈവം നമ്മളോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കാൻ ദൈവം വിശ്വസ്തനാണെന്നുള്ള വെളിപ്പാട് നമ്മുടെ അകത്ത് വന്നാൽ പിന്നെ നമ്മൾ ജീവിക്കുന്നത് ഫെയ്ത്തിലാണ്. നമ്മൾ ഒരു വ്യക്തി ഫെയ്ത്തിൽ ജീവിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ കുടുംബത്തിൻ്റെ അകത്തേക്ക് ഫെയ്ത്ത് വ്യാപരിക്കാൻ തുടങ്ങും. ഞാൻ പറഞ്ഞ നേരത്തെ പീച്ച് മാഷ് എന്നാണ് ഞാൻ ഈ ഫെയ്ത്ത് കാണുന്നത്. പീച്ച് മാഷ് മീറ്റിംഗ് നടത്തുന്നതെല്ലാം തനിക്കന്ന് താൻ സ്കൂളിലെ ജോലിയാണ്. താൻ ജോലിക്ക് ഇടുന്ന പൈസ മുഴുവൻ വടക്കേന്ത്യയിലേക്ക് അയച്ചു കൊടുത്ത് എൻ്റെ അമ്മ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒരു കപ്പ പറിച്ചു കൊടുന്ന് മക്കളും അമ്മയും കൂടെ തിന്നും, ആൻറ്റിയും അച്ചാച്ചനും കൂടെ പട്ടിണി കിടക്കും. അപ്പം അവർക്ക് കിട്ടിയ നന്മ മുഴുവൻ അവർ വടക്കേന്ത്യയിലെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി അവർ അർപ്പിച്ചിട്ടുള്ളതാണ്. അവർ വിശ്വാസത്തെ ജീവിച്ചവരാണ്. കുറെ കുറവുകളൊക്കെ മനുഷ്യരെന്ന നിലയ്ക്ക് ഉണ്ടാകും. പക്ഷെ ഒരു പ്രത്യേകത ഞാൻ പറയാം, നമ്മിൽ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടാൽ നമ്മുടെ കുടുംബങ്ങളിലേക്ക് അത് വെളിപ്പെട്ട് വരാൻ തുടങ്ങും. ഇനി നിങ്ങൾ നേരത്തെ ചോദിച്ച് ഈ വാക്യം ഒന്ന് വായിച്ച്, ഈ വാക്യം ഇങ്ങനെയാണ് അവിടെ വായിക്കുന്നത്. യഹോവ യോശുവയോട് കൽപ്പിച്ചതുപോലെ അവൻ യെഫുന്നിയുടെ മകനായ കാലേബിന് യഹൂദ മക്കളുടെ ഇടയിൽ അവകാശമായിട്ട് ഹെബ്രോൻ മല കൊടുത്തു. അനാക്കിൻ്റെ അപ്പനായ അർബയുടെ പട്ടണമായ. അപ്പം ഈ കാലേബിന് കിട്ടിയ വാക്തത്വം ഹെബ്രോനാണ്. അവന് അവിടെ നിന്ന് കാലേബ് അനാക്കിൻ്റെ പുത്രന്മാരെ ശേഷായി, അഹിമാൻ, തൽമായി എന്നീ 3 അനാക്കന്മാരെ നീക്കിക്കളഞ്ഞു. ഇനി അടുത്ത വാക്ക് ശ്രദ്ധിക്കണേ. ഇവന് പറഞ്ഞ വാക്തത്വം കിട്ടിയവന്, പക്ഷെ അതുകൊണ്ട് അവൻ ഒതുങ്ങുന്നില്ല. അടുത്ത വാക്ക്, അവിടെ നിന്ന് അവൻ ദബീർ നിവാസികളുടെ നേരെ ചെന്നു. ദബീറിൻ്റെ പേര് കിര്യത്ത് സേഫർ എന്നായിരുന്നു. അടുത്ത വാക്ക്, അവൻ അവിടെ നിന്ന് പറയുകയാണ്, കിര്യത്ത് സേഫർ ജയിക്കുന്നവന് ഞാൻ എൻ്റെ മകൾ അക്സയെ ഭാര്യയായി കൊടുക്കുമെന്ന് കാലേബ് പറഞ്ഞു. നോക്ക് നിങ്ങൾ, തമ്പുരാൻ പറഞ്ഞ വാക്തത്വം അവന് കിട്ടി.
പക്ഷേ ഇവൻ്റെ അകത്തൊരു യുദ്ധ മനസ്സുണ്ട്. ഇവൻ്റെ അകത്തൊരു എന്താ പറയുക, ഈ ദൈവിക വാഗ്ദത്തങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വെട്ടിപ്പിടിക്കണമെന്നുള്ള ഒരു ഭയങ്കര ചിന്തയുള്ളത് കൊണ്ട് ഇവൻ അടുത്ത പട്ടണത്തിലേക്ക് വേണ്ടി പറയും, ഈ പട്ടണം ജയിക്കുന്നവന് ഞാൻ എൻ്റെ മകള് അക്സയെ ഞാൻ ഭാര്യയായി കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പം ആ കാലങ്ങളിൽ അങ്ങനെയുള്ള ചില നിബന്ധനകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ പ്രഖ്യാപിക്കുന്ന കാലഘട്ടമാണ്. ഒരു വിവാഹം കഴിക്കുമ്പോൾ വെറുതെ വന്ന് പെണ്ണ് കണ്ട് ഇങ്ങോട്ട് പൈസ തന്ന് കെട്ടുകയല്ല, അങ്ങനെ കുറേ ആചാരങ്ങളൊക്കെ അന്നുണ്ട്. ഇനി അടുത്ത വാക്യം ശ്രദ്ധിക്കുക, 17 വാക്യം ഒന്ന് വായിച്ചു, ഒരാളൊന്ന് വായിച്ചു 17 വാക്യം. കാലേബിന്റെ സഹോദരനായ കേനസിന്റെ മകൻ ഒഗ്നിയേൽ അതിനെ പിടിച്ചു. ഇത് ഇളയപ്പം പറഞ്ഞപ്പോ, അല്ലെങ്കിൽ മുത്തപ്പൻ പറഞ്ഞപ്പോ, വല്യപ്പൻ പറഞ്ഞപ്പോ ഇത് കേട്ട് ചാടി വീഴാൻ ഒരാൾ അതിനകത്ത്. അപ്പൊ കണ്ടോ, ഒരു വ്യക്തിയിൽ നിന്ന് ഫെയ്ത്ത് അടുത്തവിലേക്ക് പകരുന്ന കണ്ടോ നിങ്ങൾ. ഇത് കേൾക്കുകയല്ല, കേൾക്കാത്ത ബാധി. ഒഗ്നിയേൽ അവനെ പിടിച്ചു. കണ്ടോ, വല്യപ്പൻ 85 വയസ്സുള്ള വല്യപ്പൻ ഇത് പിടിക്കാമെങ്കിൽ എനിക്ക് എന്താ പറ്റുകയല്ലേ? കണ്ടോ, നമ്മിൽ നിന്ന് നമ്മുടെ വിശ്വാസം നമ്മുടെ തലമുറകളിലേക്ക് വ്യാപരിക്കും. ഭാര്യയിൽ നിന്ന് വിശ്വാസം ഭർത്താവിലേക്ക് വ്യാപരിക്കും, ഭർത്താവിൽ നിന്ന് വിശ്വാസം ഭാര്യയിലേക്ക് വ്യാപരിക്കും, മാതാപിതാക്കളുടെ വിശ്വാസം തലമുറകളിലേക്ക് വ്യാപരിക്കും, നിങ്ങളിൽ നിന്ന് വിശ്വാസം നിങ്ങളുടെ കൂട്ടുകുടുംബങ്ങളിലേക്ക് വ്യാപരിക്കും. നിങ്ങളിൽ വ്യാപരിക്കുന്ന വിശ്വാസം നിങ്ങളിൽ അവസാനിക്കില്ല. കേട്ടോ, കാലേബിന്റെ മകൾ അക്സിയ അവന് ഭാര്യയായി കൊടുത്തു. അടുത്ത വാക്ക്, അവൾ വന്നാറെ തന്റെ അപ്പനോട് ഒരു നിലം ചോദിപ്പാൻ അവനെ ഉത്സാഹിപ്പിച്ചു. കണ്ടോ, അപ്പൊ കിട്ടിയതുപോലെ ഇനി വേണം. അവൾ കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങിയപ്പോൾ കാലേബ് അവളോട് നിനക്ക് എന്ത് വേണമെന്ന് ചോദിച്ചു. അവൾ അപ്പനോട് ചോദിക്കുകയാണ്, അപ്പാ എനിക്കൊരു അനുഗ്രഹം തരണം. നീ എന്നെ തെക്കേ ദേശത്തേക്കല്ലോ കൊടുത്തിരിക്കുന്നത്, നീരുറവളും കൂടെ എനിക്ക് തരണമെന്ന് അവൾ ഉത്തരം പറഞ്ഞു. അവൻ അവൾക്ക് മലയിലും താഴ്വരയിലും നീരുറവകളെ കൊടുത്തു. കേട്ടോ, നോക്കി. അപ്പം വിശ്വാസത്താൽ ജീവിതത്തിൽ അടുത്ത മേഖലകൾ വെട്ടിപ്പിടിക്കുന്ന ഒരു കുടുംബം. പിതാവിലെ ആരംഭിച്ചത് പിടിക്കാൻ സഹോദരപുത്രൻ റെഡിയായി നിൽക്കുന്നു, അത് മകൾ അതിലേക്ക് കയ്യേൽക്കുവാൻ റെഡിയായി നിൽക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളിലുള്ള ഏതെങ്കിലും ഒരു ഗുണം നല്ല ഉണ്ടല്ലോ. ഒന്നെങ്കിൽ പ്രാർത്ഥനാ ജീവിതമുണ്ട്, ദൈവവചന ധ്യാനമുണ്ട്, നിങ്ങളുടെ അകത്തുണ്ടാകുന്ന വിശ്വാസമുണ്ട്, ത്യാഗമുണ്ട്, ദൈവസ്നേഹമുണ്ട്. ഇത് നമ്മുടെ തലമുറകളിലേക്ക് കടന്നു പിടിക്കാൻ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ ഒരു വാക്യമുണ്ട് തിമോഥെയോസിന്റെ ലേഖനത്തിൽ. അതുകൊണ്ട് പറഞ്ഞ് നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തിമോഥെയോസ് ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്. തിമോഥെയോസ് ദൈവം പറയുന്നൊരു വാക്യമാണ്, ഒന്നെങ്കിൽ 1 തിമോഥെയോസ് 1 അല്ലെങ്കിൽ 2 തിമോഥെയോസ് 1-ാം അധ്യായത്തിൽ അത് കാണാം നമുക്ക്. ഇവിടെയുണ്ട് 2 തിമോഥെയോസ് 1:4 ഒന്ന് വായിച്ചു, ഒരാളൊന്ന് വായിച്ചേ. ഞാൻ പൂർവന്മാരുടെ ദൃഷ്ടാന്തം അനുസരിച്ച് നിർമ്മല മനസ്സാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവത്തിന് നിന്റെ നിർവ്യാജ വിശ്വാസത്തിന്റെ ഓർമ്മ നിമിത്തം സ്തോത്രം ചെയ്യുന്നു. അടുത്ത വാക്ക്. ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോവീസിലും അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്നു, നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അപ്പൊ നോക്കിയേ, ആ വിശ്വാസം നിന്റെ വല്യമ്മയിലുണ്ട്, നിന്റെ അമ്മ യുനീക്കയിലുണ്ട്, അത് നിന്നിലും ഉണ്ട്. കേട്ടോ, അപ്പൊ മാതാക്കളിൽ നിന്ന് തലമുറകളിലേക്ക് പകരുന്നൊരു വിശ്വാസം നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ആവോ, ഉറങ്ങാണാവോ? കർത്താവേ കൃപ. എന്നിട്ട് അടുത്ത വാക്കോട് വായിക്കുക, അടുത്ത വാക്ക് വായിക്ക്, അടുത്ത വാക്ക് വായിക്ക്, വായിച്ച് 6-ാം വാക്യോട് വായിച്ച്. അതുകൊണ്ട് എന്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരം ജ്വലിപ്പിക്കണമെന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ ഈ പൗലോസ് കൈവച്ചപ്പോ തിമോഥെയോസിലേക്ക് കൃപാവരം വ്യാപരിച്ചു. അതിനെ ജ്വലിപ്പിക്കണമെന്ന് പൗലോസ് ആവശ്യപ്പെടുകയാണ്. അപ്പൊ കൃപാവരം വ്യാപരിക്കാൻ കാരണം എന്താണ്? കൃപാവരം വ്യാപരിക്കാൻ കാരണം തിമോഥെയോസിൽ ഉണ്ടായിരുന്ന വിശ്വാസമാണ്. പൗലോസിന്റെ കൈ തിമോഥെയോസിന്റെ മേൽ വന്നപ്പോൾ പൗലോസിൽ കൃപാവരം വെളിപ്പെട്ടു. എൻ്റെ കൈവെപ്പിനാൽ നിന്റെ മേലുള്ള കൃപാവരം എന്ന് 4-ാം അധ്യായത്തിലാണെന്ന് വാക്യമുണ്ട്. ഞാൻ എൻ്റെ കയ്യിൽ ബൈബിളില്ല. ബൈബിള് ഞാൻ 1 തിമോഥെയോസ് ലേഖനം 4-ലാണോ ഒരു വാക്യമുണ്ട്. ആർക്കെങ്കിലും വാക്യം കിട്ടിയവരുണ്ടെങ്കിൽ ഒന്ന് ഇട്ടേ. ഓക്കെ. മൂപ്പന്മാരുടെ കൈവപ്പോടുകൂടി അതേതാ വാക്യം? അത് 14-ാം വാക്യം 4-ന്റെ 2 തിമോഥെയോസ് ആണോ? 1 1 തിമോഥെയോസ് 4:14. ഓക്കെ.
മൂപ്പന്മാരുടെ കൈവപ്പോടെ ആ പ്രവചനത്താൽ നിനക്ക് ലഭിച്ചതായി നിന്നിലുള്ള കൃപാവരം ഉപേക്ഷയായി വിചാരിക്കാതെ ആ നിന്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമായി തീരേണ്ടതിന് ഇത് കരുതുക, ഇതിൽ തന്നെ ഇരുന്നു കൊള്ളുക. അപ്പൊ മൂപ്പന്മാര് കൈവച്ചപ്പോ തിമത്യോസിന്റെ മേൽ കൃപാവരം വെളിപ്പെടാൻ കാരണം, അവൻ പ്രോസ്പർ ആകാൻ കാരണം കണ്ടോ, അവൻ പ്രോസ്പർ. അപ്പൊ നിങ്ങളുടെ മേൽ വിശ്വാസം ഉണ്ടെങ്കിൽ കൃപാവരങ്ങളുടെ പകർച്ച നടക്കും. നിങ്ങൾ പ്രസിദ്ധരായിത്തീരും, പ്രോസ്പറായിത്തീരും. അതിൻ്റെ ഒരു അർത്ഥവ്യാപ്തി അങ്ങനെ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഒറ്റ വാക്ക് ഒന്ന്, നമ്മിൽ നിന്ന് തലമുറകളിലേക്ക് വിശ്വാസം കൈമാറ്റം ചെയ്യപ്പെടും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അമ്മമാരിൽ നിന്ന് മക്കളിലേക്ക് വിശ്വാസം കൈമാറ്റം ചെയ്യപ്പെടുമോ? വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ അകത്തുള്ള വിശ്വാസം നിങ്ങളുടെ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നമ്മുടെ മേലിൽ നിന്ന് ദൈവാത്മത് പകരും. പ്രാർത്ഥിക്കാം നമുക്ക് അങ്ങനെ നമ്മുടെ എല്ലാ മക്കളെയും ഓർത്ത്, നമ്മുടെ കുടുംബങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. ഇങ്ങനെ അനാക്യമല്ലന്മാരുടെ കയ്യിൽ നിന്ന് നോക്കിയേ, അനാക്യമല്ലന്മാരുടെ കയ്യിൽ നിന്ന് ഹെബ്രോൻ കീഴടക്കിയ ശേഷം അതുകൊണ്ട് അവസാനിപ്പിക്കാതെ കിര്യത്ത് സേഫർ തലമുറകളെ കൊണ്ട് പിടിപ്പിച്ച, തലമുറകളെ കൊണ്ട് അവകാശങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി പിടിപ്പിച്ച കാലേബിനെ പോലെ ഒരു വലിയ വെളിപ്പാട് നമ്മുടെ അകത്ത് തുറക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. നാം തുടങ്ങിയത് തലമുറകളിലേക്ക് വ്യാപരിക്കും. പ്രാർത്ഥിച്ചു, അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചു. ഷംദൽ ഘടകപന അവര് ആത്മീകന്മാരായി ജീവിക്കുക മാത്രമല്ല, അവർ വാക്തത്വങ്ങൾ വെട്ടിപ്പിടിക്കുന്നവരായി മാറും. നമ്മൾ തുടങ്ങിയത് അവർ തുടരും, നമ്മളിൽ തുടങ്ങിയത് അവരിൽ തുടരും. ഷാദര വൈഷവന ഹടകന അന്തൽ പ്രൗഢവന ഹദിരിമിനി ഘടകന നിങ്ങളിൽ നിന്ന് പകരും, നിങ്ങളിൽ നിന്ന് ഇത് തുടങ്ങും, നിങ്ങളിൽ നിന്ന് അടുത്ത തലമുറകളിലേക്ക് ഇത് തുറന്നു വരും. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. ഷാദൽ ഘടകന അമ്മയിൽ നിന്ന്, വല്യമ്മയിൽ നിന്ന് അമ്മയിലേക്ക്, അമ്മയിൽ നിന്ന് മകനിലേക്ക്. ഷാദൽ ഘടകമന വിശ്വാസത്തിന് കൈമാറ്റമുണ്ട്, വിശ്വാസത്തിന് കൈമാറ്റമുണ്ട്, വിശ്വാസത്തിന് പ്രവൃത്തിയുണ്ട്. വിശ്വസിക്കുന്നവരിൽ നിന്ന് വിശ്വസിക്കുന്നവരിൽ കർത്താവ് ഞങ്ങളുടെ തലമുറകളെ മുഴുവൻ ഞങ്ങൾ ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവർ വലിയത് വെട്ടിപ്പിടിക്കട്ടെ, അവർ വലിയത് വെട്ടിപ്പിടിക്കട്ടെ, അവർ വലിയത് വെട്ടിപ്പിടിക്കട്ടെ. ദൈവം ഞങ്ങളോട് പറഞ്ഞ ഹെബ്രോൻ മല ഞങ്ങൾക്ക് അവകാശമായി കിട്ടി. പക്ഷെ അതുകൊണ്ട് അവസാനിക്കരുത്. അടുത്ത കീഴടങ്ങാത്ത പട്ടണങ്ങൾ ഇനിയുമുണ്ട്. അതിനെ കീഴടക്കാത്ത സ്പിരിച്വൽ തലത്തിലുള്ള അനുഭവങ്ങൾ ഇനിയുമുണ്ട്. അത് മുഴുവൻ കീഴടങ്ങുവാൻ, അത് മുഴുവൻ അനുഭവമാകുവാൻ, അത് മുഴുവൻ കീഴടങ്ങുവാൻ ഈ വർഷത്തിന്റെ സമാപന ദിവസങ്ങൾ ഞങ്ങൾ എത്തി നിൽക്കുമ്പോൾ കീഴടങ്ങാത്തവനെ മുഴുവൻ കീഴടപ്പിക്കുന്ന ദൈവത്തിന്റെ ശക്തി ഈ കുടുംബങ്ങളുടെ മേൽ തുറന്നു വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൈമാറ്റം ചെയ്യപ്പെടട്ടെ അപ്പ. ഞങ്ങളുടെ തലമുറകൾ വിശ്വാസത്തലവർ വാക്തത്വങ്ങൾ അവകാശമാക്കുന്നവരായി മാറട്ടെ. ഒരു വിശുദ്ധ ജീവിതം അവർ നയിക്കട്ടെ, ഒരു വിശുദ്ധ ജീവിതം അവർ നയിക്കട്ടെ. റബന്തിരി അടകച്ചന ലഗത്തിരി ബിനികടകദന ഒരു വിശുദ്ധ ജീവിതം അവർ നയിക്കട്ടെ. അവർ ദേശങ്ങളെ അടക്കി വാഴട്ടെ, ജീവൻ അവരിൽ തുറക്കട്ടെ. സുവിശേഷത്തിന് വേണ്ടി ത്യാഗം അനുഭവിക്കുന്നവരായി മാറട്ടെ, ദൈവസ്നേഹം അനുഭവിക്കുന്നവരായി മാറട്ടെ. മകളിലേക്ക് കൈമാറ്റപ്പെട്ട വിശ്വാസത്തെ
ഭൂമിയിലെ രാജ്യങ്ങളെ വെട്ടിപ്പിടിക്കുന്ന വിശ്വാസം കർത്താവെ സിംഹങ്ങളെ സിംഹങ്ങളുടെ വാറടക്കുന്ന വിശ്വാസത്തെ കൈമാറ്റപ്പെടുവാൻ സകല അനുഗ്രഹങ്ങൾ ക്രിസ്തു യേശുവിലൂടെയല്ലേ എന്തെങ്കിലും കുഞ്ഞിലേക്ക് എന്നും നല്ലവൻ യേശു എന്നും നല്ലവൻ ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ യേശു ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ ഉലകവയിൽ കൊണ്ടു ഞാൻ വാടി വീഴാതോടുവാൻ ഉലകവയിൽ കൊണ്ടു ഞാൻ വാടി വീഴാതോടുവാൻ തണലെനിക്കു നൽകിയിടുവാൻ വലഭാഗത്തായുണ്ടു താൻ തണലെനിക്കു നൽകിയിടുവാൻ വലഭാഗത്തായുണ്ടു താൻ എന്നും നല്ലവൻ യേശു എന്നും നല്ലവൻ ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ യേശു ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും സാരമില്ലെന്നോതിടും തന്മാർവിൽ എന്നെ ചേർത്തിടും സാരമില്ലെന്നോതിടും തന്മാർവിൽ എന്നെ ചേർത്തിടും എന്നും നല്ലവൻ. ഇങ്ങനെ യേശുവിനെ നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ ഉള്ളില് ഭാരം വരുമ്പോൾ ആ സമയത്തെല്ലാം സാരമില്ലെന്ന് പറഞ്ഞ് തൻ്റെ മാർവിൽ നമ്മെ ചേർത്തുന്ന ഒരു ദൈവത്തെ അറിയാമോ? നമുക്കിത് അറിയാത്തതിന് കാരണം ഈ കാലഘട്ടത്തിലെ ആധുനിക ടെക്നോളജികളാണ്. നമ്മുടെ കയ്യിൽ മൊബൈലുണ്ട്, നമുക്കൊരു ഭാരം വന്നാൽ വിളിക്കാൻ ആളുണ്ട്, സംസാരിക്കാൻ ആളുണ്ട്, നമ്മളെ ആശ്വസിപ്പിക്കാൻ ആളുണ്ട്, ദൈവദാസന്മാരുണ്ട്, സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്. എന്നാൽ ഒരു കാലഘട്ടത്തിൽ ഭക്തന്മാർക്ക് ഇതൊന്നും ഇല്ലായിരുന്നു. ഭക്തന്മാർക്ക് ഇന്നത്തെ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ അവരുള്ളിൽ ഭാരം വരുമ്പോൾ, അവരുള്ളിൽ ഒഴിവാക്കലുകൾ വരുമ്പോൾ, തള്ളുന്ന അനുഭവങ്ങൾ വരുമ്പോൾ, കൂട്ടുകുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ സുവിശേഷ നിമിത്തവരെ തള്ളിക്കളയുമ്പോൾ, വിവാഹത്തിന് വന്ന് വിവാഹ പന്തലിൽ നിന്ന് ഇവളിവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഈ വിവാഹത്തിൽ പങ്കെടുക്കില്ലെന്ന് പറഞ്ഞപ്പോൾ ആ പന്തലിൽ വിളമ്പിയ ചോറിൻ്റെ മുമ്പിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന അപമാനത്തിൻ്റെയൊക്കെ നടുവിൽ ഉണ്ടായ ഭാരങ്ങൾ അകത്തു വെച്ചുകൊണ്ട് ഭക്തന്മാർ അവരുടെ അനുഭവത്തിൽ നിന്ന് പാടിയ പാട്ടിൻ്റെ അടിയാണ് ഞാൻ പാടിയത്. അല്ലാണ്ട് നമ്മൾക്ക് വെറുതെ വീട്ടിലിരിക്കുമ്പോൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ വന്ന് വെറുതെ ഒരു വിഷമല്ല ഇവിടെ പാടിയത്. ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും
സാരമില്ലെന്നോതിയിടും തന്മാർവിൽ എന്നെ ചേർത്തിടും. ഞാനെ കണ്ടമാനം ഈ പാട്ടിന്റെ അടി പാടി ദൈവത്തിൽ സന്തോഷിച്ചിട്ടുണ്ട്. വിശ്വസിക്കുവാനുമൻ ആശ വെച്ചിടാനും ഈ വിശ്വമതിൽ ആശ്വസിക്കാൻ ആശ്രയവുമേശുവാം. കണ്ടോ, എനിക്ക് ആശ്രയം വെക്കാൻ ഒരാളുണ്ട്. വിശ്വമതിൽ ആശ്രയിക്കുവാൻ ആശ്രയവുമേശുവാം. അടുത്ത വടിയോടെ ഞാൻ അവസാനിപ്പിക്കുന്നു. എന്നും നല്ലവൻ, ഒന്ന് പറയാമെങ്കിൽ പറഞ്ഞു. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. യേശു ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ഒന്ന് പറഞ്ഞു നോക്കി, വാക്കൊന്ന് പറഞ്ഞു നോക്കി. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും, ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും. സാരമെല്ലാം നോതിയിടും തന്മാർവിൽ എന്നെ ചേർത്തിടും, സാരമെല്ലാം നോതിയിടും തന്മാർവിൽ എന്നെ ചേർത്തിടും. എന്നും നല്ലവേ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹീതമായ നല്ല രാവിലേക്കായി ഞങ്ങൾ ഒരുമിച്ച് നന്ദിയോടെ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ പല പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ, പല സാഹചര്യങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ നടുവിൽ ഞങ്ങളുടെ പിതാക്കന്മാരിൽ നിന്ന് ഞങ്ങളിലേക്ക് വിശ്വാസം പകർത്തുന്ന ഒരു ദൈവം ഉണ്ടെന്നും, പിതാക്കന്മാർ വെട്ടി അവകാശമാക്കിയ, കൈവശമാക്കിയ അവകാശങ്ങൾക്കപ്പുറം സഹോദര കുടുംബങ്ങളിലേക്ക് അല്ലെങ്കിൽ അടുത്ത തലമുറകളിലേക്ക് അങ്ങ് വിശ്വാസം പകർത്തുന്ന ദൈവമാണെന്നും, അവരെ അതിനുവേണ്ടി ഉദ്യമിപ്പിക്കുന്ന, അതിനുവേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കുന്ന പിതാക്കന്മാരെ വാക്ക് കേൾക്കുമ്പോൾ ഇറങ്ങിച്ചെന്ന് വെട്ടിപ്പിടിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ഒഗ്നിയന്മാരും ഉള്ളിടത്തോളം കാലം അനാക്യമല്ലന്മാരെ കൊണ്ട് ദേശം നിറയുകയല്ല, വാക്തത്വ സന്തതികളുടെ അവകാശങ്ങൾ പ്രാപിക്കുന്നത് കണ്ടുകൊണ്ട് ദേശം കീഴടങ്ങുമെന്നുള്ള വചന വെളിപ്പാട് ഇന്ന് രാവിലെ ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം. ഇന്ന് രാവിലെ ഈ സന്ദേശം കേട്ട ഈ കുടുംബങ്ങളെ, മക്കളെ മുഴുവൻ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബങ്ങൾ മുഴുവൻ അനുഗ്രഹമായി മാറട്ടെ. ഇവർ അവകാശങ്ങൾ അനുഭവിക്കുന്നവരായി മാറട്ടെ. ദൈവപ്രവർത്തികൾ വെളിപ്പെട്ടു വരുന്നവരായി മാറട്ടെ. ഞാൻ ഈ കുടുംബങ്ങൾ അവനായിട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാകട്ടെ. പ്രത്യേകിച്ച് ഇന്ന് പകൽ മുതൽ നടത്തപ്പെടുന്ന മീറ്റിങ്ങിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദാസനെ അങ്ങ് കൊണ്ടുവന്നല്ലോ. ഭയങ്കരമായ ദൈവാത്മാവിന്റെ പ്രവർത്തികൾ ഞങ്ങളുടെ നടുവിൽ അയക്കണമേ. ദൈവസ്നേഹത്തിന്റെ വർധനമുണ്ടാക്കണമേ. മിഷൻ ചലഞ്ചുകൾ ഞങ്ങളുടെ അകത്ത് നൽകണമേ. ഏതുവിധനെയും ആത്മാക്കളെ നേടുവാനുള്ള വലിയ വ്യഗ്രത ഞങ്ങളുടെ അകത്ത് നൽകണമേ. ഞങ്ങളെ പണിയണമേ, ഉറപ്പിക്കണമേ, ബലപ്പെടുത്തണമേ, അനുഗ്രഹത്തിന്റെ നിറവുകളിലേക്ക് നടത്തണമേ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ പിച്ചുമാഷ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയ പിതാവിന്റെ മേൽ കർത്താവിന്റെ കരമുണ്ടായിരിക്കണം. ഞങ്ങളുടെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആന്റിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളെല്ലാം സഹായിക്കണം. ഈ രാവിലെ പ്രാർത്ഥിക്കാൻ വന്ന എല്ലാ കുടുംബങ്ങൾക്കായി, എല്ലാവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകൾ കേട്ടവനായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം. സ്വർഗീയ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴിമടത്തുന്ന പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സഹവാസം കൂട്ടായ്മയ്ക്കാവലും പ്രാർത്ഥിച്ച സകല പ്രാർത്ഥനാ വിഷയം കൊണ്ടും ഭൂലോകത്തുള്ള സകല വിശുദ്ധന്മാരോട് നമ്മൾ ഓരോരുത്തരുടെയും ഇന്ന് വന്നേക്ക് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവരെയും ഇരിക്കുവാനാകട്ടെ. ആമേൻ, 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 ആമേൻ. ശലോം.